ഫൈനലൈസ് ചെയ്തോ എങ്ങനത്തെയാണ് നമ്മള് ഇതാണോ അവളുടെ ഗൗൺ വരുന്നത്? ഇത് ഫിഷ് കട്ട് അല്ല വരുന്നത്. നമുക്കൊരു ബോൾ ഗൗൺ സ്റ്റൈൽ അല്ലേ ആൾക്ക് കുറച്ചും കൂടെ ചേരുന്ന. ആള് ഭയങ്കര പെറ്റീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ വോളിയം തോന്നിക്കാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള അങ്ങനെയല്ലേ നല്ലത്. പക്ഷെ അവൾക്ക് കുറച്ചുകൂടി താല്പര്യം ഫിഷ് കട്ട് സ്റ്റൈലാണ്. അവളുടെ ഹിപ്പ് ഒന്ന് എൻലാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലൈൻസ് ആഡ് ചെയ്യാം. പിന്നെ ഈ കോട്ട് സെറ്റ് ഏരിയ ആകുമ്പോൾ കുറച്ചും കൂടിയും അവളുടെ കോർസെറ്റ് ഗൗൺ ആണോ വരുന്നത് അല്ലേ? നമുക്ക് പിന്നെ വേണമെങ്കിൽ കുറച്ചൊരു ബോൾ ഗൗൺ ആക്കത്തിനൊരു ഷീറ്റ് പോലെ അപ്പൊ ഒരു ട്രെയിലൊക്കെ ആയിട്ട് അല്ലെ രസമായിരിക്കും, ഭംഗിയായിരിക്കും. പുറകിൽ നോക്കുമ്പോഴത്തേനും കുറച്ച് വോളിയം കൂടുതൽ തോന്നിക്കുമല്ലോ. പിന്നെ വർക്കിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് നമുക്ക് വർക്ക് കൊണ്ടുവരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ സാമ്പിൾസ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ? സാമ്പിൾസ് ആണ്. കുറച്ച് സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ സ്റ്റോൺസ് നമുക്ക് ഓൾറെഡി എൻഗേജ്മെന്റ് നമ്മൾ കുറെ ആഡ് ചെയ്തു. നാഷണൽ ലുക്ക് വേണമെങ്കിൽ അധികം ശരിയാ. സ്റ്റോൺസ് നമ്മൾ കൂടുതലും വന്നിട്ടുണ്ടല്ലേ ആ എൻഗേജ്മെന്റ്. ശരിയാ. ത്രെഡ് ബേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ അതിനെനിക്ക് വലിയ മോട്ടീവ്സ് ആയിരിക്കും നല്ലത്. ഇങ്ങനെ കുഞ്ഞു മോട്ടീവ്സ് ആകുമ്പോഴത്തേക്ക് ആളിനെ കുറച്ചുകൂടെ നല്ലത്. എനിക്ക് വലിയ മോട്ടീവ്സ്. അത് ശരിയാണ്. ലൈൻസ് കൂടി നമുക്ക് ഇങ്ങനെ ഇത് നമ്മൾ എടുത്ത് വന്നിട്ട് ഇവിടേക്ക് ലൈൻസ് ആഡ് ചെയ്യുന്ന പോലെ അത് രസമായിരിക്കും, ഭംഗിയായിരിക്കും. ഇപ്പം ലില്ലി വൈറ്റ് ആ കളർ തന്നെയാണോ അതോ ഐവറി വൈറ്റ് ആണോ? ഇപ്പം കുറെ വെഡിങ് ഗൗൺസിലോ വെസ്റ്റേൺ ഗൗൺസിലോ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, ഷാമ്പയിൻ മിക്സ് ചെയ്തിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് നോക്കാം. അപ്പം ബാക്കിലേക്കുള്ള വർക്ക് ഒക്കെ ബാക്കിലേക്ക് നീ ഇപ്പൊ ഒരു ബേർഡി മോട്ടീവ് വരച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു സ്റ്റൈലില് ഒരു ബേർഡി മോട്ടീവ് അല്ലെ, രസമായിരിക്കും, ഭംഗിയായിരിക്കും. അപ്പൊ ഏതായാലും നമുക്ക് സാമ്പിൾസ് ചെയ്ത് നോക്കാം, ബാക്കി നമുക്ക് നോക്കാം. എൻഡ് ഓഫ് എനിക്ക് ഇന്ന് എന്റെ ഫാമിലി പോലെ തന്നെയാണ്. ആൻഡ് എന്റെ ഫാമിലി മെമ്പേഴ്സിന് നന്നായിട്ട് അറിയാം എന്റെ ഇഷ്ടങ്ങളും എന്റെ താല്പര്യങ്ങളും എല്ലാം തന്നെ. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പക്ക ഒരു ഇന്ത്യൻ സ്റ്റൈൽഡ് വെസ്റ്റേൺ വേർഷൻ ഓഫ് ഗൗൺ അല്ല, പക്ക എനിക്ക് ആ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്ത് പോകണം എന്ന് തന്നെയായിരുന്നു എന്റെ ഗൗണിന് വേണ്ടിയിട്ട്. എന്റെ ഒരു ആഗ്രഹം എനിക്ക് ഒരു കോഡ് സെറ്റ് സ്റ്റൈൽ ഗൗൺ തന്നെയാണ് വേണം എന്നുള്ളത്. അലോങ് വിത്ത് ദാറ്റ് എന്റെ ഈ രണ്ട് സ്ലീവ്സിന്റെ ഈ ഒരു പോർഷൻ ഇവിടെ ആയിട്ടായിരിക്കും നമുക്ക് സിബ് വരുന്നത്. അപ്പം ഈ രണ്ട് പോർഷനിലായിട്ട് എന്റെ ഗ്രൂമിന്റെയും എന്റെയും പേര് വരുന്ന പോലെയും അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ഗൗണിന്റെ പുറകു വശത്തായിട്ട് 1 ലെയർഡ് നെറ്റാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആയിട്ട് ബേർഡ്സിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ട് അവിടെ പേളിന്റെ വർക്കും വേണം എന്നായിരുന്നു എന്റെ കഴിഞ്ഞ